ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൊട്ടേഷണൽ മോഷൻ, ലോസ് ഓഫ് മോഷന്റെ ചെറിയൊരു ആപ്ലിക്കേഷൻ. ലോസ് ഓഫ് മോഷനായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിച്ചിരിക്കണം. എ യൂണിഫോം റോഡ് എ ബി ഓഫ് മാസ് 2 kg ആൻഡ് ലെങ്ത് 30 cm at rest on a smooth horizontal surface. An impulsive force 0.2 Newton/second is applied at end B. അതായത് ഒരു റോഡുണ്ട്, ഒരു എൽ ലെങ്തുള്ള റോഡ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഒരു എൻഡിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു. എത്രയാ? ഒരു 0.2 Newton/second ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഞാൻ ഈ എൻഡ് എ, ഈ എൻഡ് ബി എന്ന് വിളിക്കുന്നു. ഇതാണ് ഇവന്റെ ലെങ്ത്, എല്. അതെന്ന് പറയുന്നത് എത്ര? 3 cm ആണ്. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.3 മീറ്റർ എന്ന് വരും. മാസം തന്നിട്ടുണ്ട്. യെസ്. The time taken by the road turn through at an angle at a right angle will be pi by x, where x is. അതായത് 90 ഡിഗ്രി അത് കറങ്ങി 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അതിനടുത്ത സമയമാണ് പൈ ബൈ എക്സ്. അങ്ങനെയാണ് പൈ എത്രയാണ്? ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, ഇമ്പൾസ് തന്നിട്ടുണ്ട്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ 0.2 Newton/second ആണ്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ടി ആണെന്ന് നമുക്കറിയാം. ഇമ്പൾസ്, ലോസ് ഓഫ് മോഷൻ. ഇതുപോലെ ആംഗുലാർ ഇമ്പൾസ് ഉണ്ട് റൊട്ടേഷണൽ മോഷനിൽ. ആംഗുലാർ ഇമ്പൾസിനെ എം സഫിക്സ് സി, അതുപോലെ എം സഫിക്സ് സി, എം എന്നൊക്കെ വിളിക്കാറുണ്ട്. ആംഗുലാർ ഇമ്പൾസ് എന്ന് കാണിക്കാനാണ് എം സഫിക്സ് സി. മാസും അതും ഇതും എല്ലാം കൂടെ മാറിപ്പോരും. അതിനുവേണ്ടിയാണ് ഇമ്പൾസ് ഐ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പൾസിനെ ജെ എന്നൊക്കെ യൂസ് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്. സിമ്പിൾ ഏത് യൂസ് ചെയ്യാലും വിഷയമില്ല. നമ്മൾ അതൊന്നും അല്ലല്ലോ എഴുതി വെക്കാൻ പോകുന്നത്. നമുക്ക് ഫൈനൽ ആൻസർ ആണ് വേണ്ടത്. അപ്പോൾ നോക്കുക, ആംഗുലാർ ഇമ്പൾസ് കാണാൻ ഇന്റഗ്രൽ ഫോഴ്സ് മാറി ടോയാകും. ദാറ്റ്സ് ഓൾ അല്ലേ. റൊട്ടേഷണൽ മോഷനിലേക്ക് എത്തുമ്പോൾ, ലീനിയർ മോഷനിൽ നിന്ന് റൊട്ടേഷനിലേക്ക് എത്തുമ്പോൾ ഫോഴ്സിന്റെ അനലോഗി ടോർക്ക് കൊടുക്കും. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് ഈ എൻഡിലാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഹാഫ് ഡിസ്റ്റൻസ് ആണ്, L/2 ഇൻറ്റു ടൈം ഡി ടി എന്ന് കൊടുക്കാം. ഇനി ശ്രദ്ധിച്ചു നോക്കണം, ഇവിടെ ഒരു എഫ് ഉണ്ട്, ഇവിടെ ഒരു ഡി ടി ഉണ്ട്. ഈ എഫ് ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഐ ആണ്. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ടി ഐ ആണ്. സോ ആംഗുലാർ ഇമ്പൾസ് വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു L/2 എന്ന് കിട്ടും. ഐ എന്ന് പറയുന്നത് 0.2, ഇമ്പൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 0.3 ആണ്. ടോട്ടൽ 30 cm ആണ്. അപ്പം മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് 0.3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.03 എന്ന് കിട്ടും അല്ലേ. 0.2 2 കൂടെ കട്ടായി 0.1 0.03 എന്ന് കിട്ടും ആംഗുലാർ ഇമ്പൾസ്. നമുക്ക് ആംഗുലാർ ഇമ്പൾസ് വരെ കിട്ടി. ഇനി ക്വസ്റ്റ്യനകത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു റോഡിന്റെ സെന്ററിൽ വെച്ച് നമ്മൾ ഒരു എൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, എൻഡിൽ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് കൊടുക്കും. ഇത് കടന്ന് കറങ്ങുമ്പോൾ ഒബ്വിയസ്ലി അവന് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട് അല്ലേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ, റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ml²/12 ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഞാൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. മാസ് എന്ന് പറയുന്നത് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 2 kg ആണ്. ലെങ്ത് 0.3 ആണ്. സോ 0.3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. 0.3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.09 ആണ്. ഡിവൈഡഡ് ബൈ 6 എന്ന് എനിക്ക് എന്ത് കിട്ടി? മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. ഇനി ലോസ് ഓഫ് മോഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇമ്പൾസ്. ഇത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ല, ഇമ്പൾസ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇത് രണ്ടുകൂടെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ I' എന്ന് വിളിക്കും. ക്ലിയർ? ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അതായത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ആണ്. MV മൈനസ് MU. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് M × V - U ആണെന്ന് നമുക്കറിയാം. ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ലീനിയർ മോഷനിലാണ്. അത് ആംഗുലാർ മോഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇമ്പൾസ് M സഫിക്സ് C, ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. ആംഗുലാർ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താ? മൊമെന്റ് ഓഫ് മാസിന് പകരം ഇവിടെ M × V - U ആണ്. മാസിന് പകരം ഇവിടെ നമുക്ക് റൊട്ടേഷനിൽ എത്തുമ്പോഴത്തേക്ക് അത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആവും. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ I × വെലോസിറ്റിക്ക് പകരം ഒമേഗ ആവും. സോ ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ. ക്ലിയർ? ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ. ക്ലിയർ? അപ്പൊ MC അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് വാല്യൂ? 0.03 ആണ്. അപ്പൊ ഞാൻ ഈ വാല്യൂ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങ് ഇക്വേഷൻ എഴുതിയാൽ മതി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.03 വിച്ച് ഈസ് ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. എഗെയിൻ ഓർത്ത് വെക്കുക, ഇത് ഇമ്പൾസിന്റെ I ആണ്. നമ്മളിവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യനെ I' എന്നാണ് വിളിച്ചത്. ആ വാല്യൂ നമുക്ക് ഇവിടെ അറിയാം. എത്രയാണ്?
0.09 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനിഷ്യൽ. ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ആ റോഡ് ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു, ഒമേഗ ഇനിഷ്യലി 0 ആക്കാം, ഒമേഗ ഫൈനൽ എന്ന് മാത്രം എഴുതാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് ഒരു വാല്യൂ ഇവിടെ കിട്ടും 3. അപ്പോൾ 3/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഒമേഗ ഫൈനൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 2 റേഡിയൻ പെർ സെക്കൻഡ് ഒമേഗ കിട്ടി. ക്ലിയർ? ഓക്കെ ആണെന്ന് വിചാരിക്കും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടൈം കണ്ടുപിടിക്കാനാണ്. സോ വാട്ട് ഈസ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് തീറ്റ ബൈ ടി ആണ്. സോ ടി ഈക്വൽ ടു തീറ്റ ബൈ ഒമേഗയാണ്. സോ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ π/2 ഡിവൈഡഡ് ബൈ 2 ഒമേഗ 2 നമുക്ക് കിട്ടിയല്ലോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടും. π/4 എന്ന് കിട്ടും. π/4 സെക്കൻഡ് എന്ന് കിട്ടും. സോ ആൻസർ ഈസ് π/x സെക്കൻഡ് എന്നാണ്. സോ നമുക്ക് x is equal to 4 എന്ന് കിട്ടും. x is equal to 4 എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ കണക്ഷൻസ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. അത് പെട്ടെന്ന് കിട്ടത്തില്ല. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇതൊക്കെ നമ്മുടെ തലയിലേക്ക് ബൾബ് കത്തത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.